ഇന്നത്തെ പരിപാടിയാണ് പൊതിച്ചോറ്. നമ്മൾ എത്ര KFCയോ ബർഗറോ പിസ്സ ഒക്കെ കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൊതിച്ചോറ് എന്ന് പറഞ്ഞ ഒരു വികാരം തന്നെയാണ്. അത് പണ്ട് കുട്ടിക്കാലത്തെ പൊതിച്ചോറ് എന്ന് പറയുമ്പം കറികളൊക്കെ കുറച്ചേ ഉണ്ടെങ്കിലും എന്തൊരു ടേസ്റ്റാണ്. അതിൽ മസ്റ്റായിട്ട് ഉണ്ടായിരുന്ന ഐറ്റംസ് ആയിരുന്നു കൂമ്പുതോരനും ചമ്മന്തിയും മുട്ട വറുത്തതും. ഈ ഒരു പൊതിച്ചോറ് ഞങ്ങൾ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൽ അവിയൽ, മുട്ടയുണ്ട്, ചിക്കനുണ്ട്, മീനുണ്ട്, ചമ്മന്തിയുണ്ട്, പിന്നെ ഉരുളൻകിഴങ്ങിൻ്റെ മെഴുക്കുരട്ടിയുണ്ട്, കൂടെ മീൻകറിയുണ്ട്, മോരുകറിയുണ്ട്, പിന്നെ പച്ചടിയുണ്ട്, ബീട്രൂട്ട് പച്ചടിയുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ സേമിയ പായസം കൂടെ ഉണ്ട്. ഈ ഒരു പൊതിച്ചോറ് ഞങ്ങൾ 2 പേരാണ് കഴിക്കുന്നത് കേട്ടോ. നല്ല ക്വാണ്ടിറ്റിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ 2 പേര് കഴിക്കുന്നത്. ഈ പൊതിച്ചോറിൻ്റെ കൂടെ എനിക്ക് മീൻകറി തീരെ ഇഷ്ടമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ? പൊതിച്ചോറിൻ്റെ കൂടെ മീൻകറി അത്ര രസമല്ലാത്ത ഏർപ്പാടല്ലേ. പൊതിച്ചോറിനോട് താല്പര്യമില്ലാത്ത ഒരു കുഞ്ഞാളുണ്ട് നമ്മുടെ വീട്ടിൽ. ആൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പൊതി ബിരിയാണി ആയിരുന്നു. പൊതി ബിരിയാണി എന്ന് പറയുമ്പോൾ ഞാൻ അത്ര അതിൻ്റെ വലിയ ഫാനൊന്നുമില്ല കേട്ടോ. എന്നാലും അവൾക്കപ്പം ചോറ് വേണ്ടാത്തതുകൊണ്ട് ബിരിയാണി ആവാം, ഞങ്ങൾ മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് ശരിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവൾക്ക് ബിരിയാണി വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ബിരിയാണിയിലെ ഈ ചമ്മന്തി എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ബിരിയാണിയിലെ ചമ്മന്തി? ഞങ്ങൾ തെക്കോട്ടുള്ള ആൾക്കാരൊന്നും ഇങ്ങനെ ബിരിയാണിയിലെ ചമ്മന്തി ഒന്നും അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഇതിൽ 2 വലിയ ചിക്കൻ പീസും അതുകൂടാതെ ഒരു പുഴുങ്ങിയ മുട്ടയും ഇത്രയും റൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കി വരുന്നതും ഞങ്ങൾ തന്നെ കഴിച്ച് തീർക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ സലാഡും പിന്നെ പായസം ഉണ്ടായിരുന്നു. അവൾ കഴിച്ചു, ബാക്കി ഞങ്ങളും കഴിച്ചു.